നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവരെല്ലാം തയ്യാറായിരിക്കുന്നു, പരിസരത്തുള്ള ആശുപത്രികൾ. അപ്പോൾ നമുക്ക് പരമാവധി വേഗതയിൽ ആളുകളുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. പൂരത്തിൻ്റെ വെടിക്കെട്ട് സാമഗ്രികൾ വൻതോതിൽ ഇവിടെ സംഭരിച്ചിരുന്നു ഈ സ്ഥലത്ത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്കറിയാം, ഇത് നേരത്തെ എന്നോടൊപ്പം കെ അജിത് കുമാർ ചേരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത് കുമാർ, ഇത് സ്ഥിരമായി അവിടെ നടക്കുന്ന ഒരു ശാലയാണ്, ഉൽപാദനം നടക്കുന്ന ഒരു ശാലയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമുക്കറിയില്ല. പക്ഷേ രക്ഷാപ്രവർത്തനങ്ങൾ എത്ര വേഗത്തിൽ നടക്കുന്നു ശ്രീ അജിത് കുമാർ? ഇവിടെ പാടത്തിന്റെ നടുക്കാണ് ഈ ഷെഡ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഷെഡാണ്. ഇതുവരെ ഈ സ്ഥലത്ത് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ തൃശ്ശൂർ പൂരത്തിനും തൊട്ടടുത്ത ചെറുപൂരങ്ങൾക്കൊക്കെ ആയിട്ട് വലിയ തോതിൽ പടക്കങ്ങളും ഗുണ്ട്, അമിട്ട്, ഡൈന തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 30ഓളം തൊഴിലാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പൊ ഈ തീ പിടിച്ചിരിക്കുന്നത്. ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്കും ഫയർഫോഴ്സിനും അതിന്റെ സ്ഥലത്തേക്ക് ഇതുവരെ മുഴുവനായിട്ട് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സിനും ഒക്കെ ഇത് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇത് ഇപ്പോഴും പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. ഒരു വലിയ ഷെഡ് കൂടി അപ്പുറത്തുണ്ട്. അതുകൂടി തീ പിടിച്ചാൽ കുറെ കൂടി അപകടകരമായ സ്ഥിതി ഉണ്ടാവും. ഏതായാലും പരിസരത്തുള്ള ആളുകളെയൊക്കെ മാറ്റാനും അതിനൊക്കെയുള്ള നടപടികൾ നടക്കുന്നില്ലേ? ഇവിടെ രക്ഷാപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ഇവിടെ സ്ഥലത്തുണ്ട്. ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, എല്ലാ സംവിധാനവും എത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗത്ത്. പക്ഷെ അങ്ങോട്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പൊ കുറെ 6 പേരോളം കിട്ടിയ അവരുടെ ശരീരഭാഗങ്ങൾ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് വണ്ടികൾ പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇപ്പോഴും വലിയ ഡൈനിയും ഇതൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി രക്ഷാപ്രവർത്തകർക്ക് അപകടം ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ പോലീസ് അവരെ ഇപ്പുറത്ത് തടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായും ഇനിയും ഇത് പടർന്നാൽ അത് അതിനേക്കാൾ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതെ, ഒരു വലിയ ഷെഡ് കൂടുതൽ മാരകശേഷിയുള്ളത് പൊട്ടാനുണ്ട് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന അടുത്തുള്ള ആളുകൾ പറയുന്നത്. അത് വന്നാൽ കുറച്ച് ഇപ്പൊ ആളുകളില്ലാത്തതുകൊണ്ട് ഇനി കെട്ടിടങ്ങൾക്കും മറ്റ് തൊട്ടടുത്ത് കെട്ടിടങ്ങളുണ്ട് ഒരു 200 മീറ്ററിനുള്ളിൽ. അതിനൊക്കെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും അതിന് പരിസരത്തേക്ക് ആളുകൾ പോകാതെ തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ അതിനകത്തുള്ള ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്കൊരു വെല്ലുവിളി. ആളുകളെ രക്ഷിക്കാൻ അങ്ങോട്ട് കടക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് കയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, മറ്റ് രക്ഷാ സംവിധാനങ്ങളെല്ലാം ഉണ്ട്, ആശുപത്രികളും സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങോട്ട് കടന്നവരെ പുറത്തെടുക്കുക എന്നതാണ് ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അതെ, ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇത് എത്ര സമയമായി ഇത് തുടങ്ങി? ഇനി എങ്ങനെയാണ് അതിന്റെ ഒരു 2 മണിക്ക് 2-2:30 കൂടിയിട്ടാണ് തുടക്കമുണ്ടായത്. ഉടനെ തന്നെ നാട്ടുകാർ പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് അറിഞ്ഞു, അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയും ചെയ്തു. പക്ഷെ അവിടെ ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ പ്രദേശം മുഴുവൻ ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, വളരെ നന്ദി ശ്രീ അജിത് കുമാർ. അപ്പോൾ വീണ്ടും ബന്ധപ്പെടാം. അവിടെ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേരിടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. 5-6 പേരുടെ നില അങ്ങനെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അത്ര ഒരു നല്ല വാർത്തയല്ല. അത് കുറേ കൂടി ഗൗരവമുള്ള ഒരു പരിക്കാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റാളുകളെ കൂടി പുറത്തെത്തിക്കാനുണ്ട്. അത്തരമൊരു വലിയ വെല്ലുവിളി ഈ രക്ഷാദൗത്യം നേരിടുന്നു. മാത്രമല്ല, ഈ ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി അങ്ങോട്ടേക്ക് ചെന്നാൽ ആ രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാതനകൾ, മറ്റ് വെടിക്കോപ്പുകളെല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഷെഡ് സമീപത്തുണ്ട്. ആ ഷെഡിലേക്ക് കൂടി തീ പറന്നാൽ അത് വലിയ സ്ഫോടനത്തിന് വഴിവെക്കും. ഏതായാലും അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റുന്നു. പോലീസ് ആവശ്യത്തിനുള്ള ജാഗ്രത കാണിക്കുന്നു. വീണ്ടും പ്രദേശത്ത് പൊട്ടിത്തെറി നടക്കുന്നു. നവമി, ഇതാണിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു സാർ. 2:30യോടുകൂടി ഇത് സ്ഫോടനം തുടങ്ങി, പിന്നീട് അതങ്ങ് പടരുകയാണ്. വലിയൊരു ഇതിലേക്ക് ഇത് പടരുമെന്ന ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. ആളുകളെ പോലീസ് തടയുന്നുണ്ട്, രക്ഷാദൗത്യത്തിന് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തകരുടെ ജീവനും തുല്യ പ്രാധാന്യമുള്ളതാണ്. അവർക്കതിനകത്ത് കടക്കുക എന്നത് എളുപ്പമല്ല. ഇതൊരു പാടത്തിന് നടുവിലാണ് ഈ പടക്ക നിർമ്മാണ ശാലയുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത്
വീടുകളില്ല മറ്റ് അതൊക്കെ ഉള്ള ഒരു ആശ്വാസം നമുക്കുണ്ട്. പക്ഷേ അപ്പുറത്ത് കുറച്ച് മാറിയൊക്കെ കെട്ടിടങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഈ തീ പടരുമോ എന്ന ഒരു ആശങ്ക ഉണ്ട് താനും. ഏറ്റവും പ്രധാനം അതിനകത്തുള്ള തൊഴിലാളികൾ എത്ര പേരുണ്ടെന്നതിൻ്റെ ഒരു കൃത്യമായ കണക്ക്, അതായത് 30-ലധികം ആളുകളുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവരുടെ ആരോഗ്യാവസ്ഥ എന്താണ്? അതിൽ കിട്ടിയ ആളുകളെയൊക്കെ പെട്ടെന്ന് 4-5 പേരെ കൊണ്ടുപോയി എന്ന് പറയുന്നു. ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോഴും നമ്മളെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ അത് നവമി, ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രദേശത്ത് തുടർ പൊട്ടിത്തെറികൾ നടക്കുന്നുവെന്ന വിവരങ്ങൾ എനിക്ക് വരികയും ചെയ്യുന്നു. മനു, എന്തായാലും ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഫയർഫോഴ്സ് കൂടുതൽ സ്റ്റേഷനുകളിൽ നിന്നും ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. തീ ഇപ്പോഴും ആളിക്കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നൊരാശങ്ക ഈ രക്ഷാപ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തീ പരമാവധി അണച്ചുകൊണ്ട് ആളുകളെ രക്ഷിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവിടെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 40ഓളം പേരെ തന്നെ നേരത്തെ 40ഓളം തൊഴിലാളികൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ 40-ലധികം തൊഴിലാളികളാണ് അവിടെ ഈ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. അതും കൃത്യമായി നമുക്കൊരു കണക്ക് സ്ഥിരീകരിക്കാനും കഴിയില്ല. 40-ലധികം പേരുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരെ ഓരോരുത്തരെയായി രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ രക്ഷപ്പെടുത്തിയ 3 പേരുടെ നില അല്പം ഗുരുതരമാണ് എന്ന വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെയാണ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വരുന്ന ഈ പൊള്ളലേറ്റ് വരുന്നവർക്ക് എത്രയും വേഗം കൃത്യമായിട്ടുള്ളൊരു ചികിത്സ നൽകണമെന്നൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടുതൽ ഈ സ്ഫോടനം നടന്ന ഇടത്തിലേക്ക് പോകാനുള്ള പുകയുടെ ദൃശ്യങ്ങൾ, നവമി നൽകുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ആശങ്ക പടർത്തുന്നതാണ്. ഒരു ഉഗ്ര സ്ഫോടനം നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൽ നിന്ന് പുക മേലേക്ക് ഉയരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് എത്രമാത്രം വലിയൊരു സ്ഫോടനമാണ് അവിടെ നടന്നിട്ടുണ്ട്. കാരണം വളരെ ദൂരെ നിന്ന് എടുത്തിട്ടുള്ള ആ ദൃശ്യത്തിൽ പോലും ആ പുക എത്ര കടുത്ത വലിപ്പത്തിൽ, എത്ര വലിയ, ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോഴിതുമായി ബന്ധപ്പെട്ട് നവമി പുറത്തു വരുന്നത് 3 പേർ നഷ്ടമായിരിക്കുന്നു, 3 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിലെ ഒരു ഇതുപോലെ സമാനമായൊരു ഒരു വാർത്ത വന്നതിന് പുറകിലാണ് ഇപ്പോൾ കേരളത്തിലും ഇതുപോലെ 3 പേരുടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.